ഇങ്ങനെ മുഖം വാടിയിരിക്കുന്ന? ഞാൻ ക്ഷേത്രത്തിൽ പോയി അരമണിക്കൂറിനകം എത്തും. നീ തിരിച്ചു വരില്ല അരുന്ധതി. നിന്നെ ഞാൻ മേലോട്ട് അയക്കാൻ പോവല്ലേ? ഡാഡി, ഞാനും കൂടി വരട്ടെ? അല്ല, നീ എങ്ങോട്ടാ വരുന്നേ? നിനക്ക് പനിയല്ലേ? അതൊക്കെ കുറഞ്ഞല്ലോ അച്ഛാ. ഇത്ര പെട്ടെന്നോ? അതെന്ത് പനിയാ ഇത്ര പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവാൻ മാത്രം? അത് പിന്നെ സ്കൂളിൽ പോവാൻ പറ്റില്ല എന്നുള്ള ടെൻഷനില് പെട്ടെന്ന് പനി മാറണമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ പെട്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയാൻ വരിക അച്ഛാ. പ്ലീസ് അച്ഛാ. അഞ്ജലി, നിനക്ക് അമ്പലത്തിൽ പോണ്ട വല്ല കാര്യമുണ്ടോ? വീട്ടില് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ, അമ്മയും അച്ഛനും പോയിട്ട് വരട്ടെ മോളെ. നീ ഇറങ്ങ. ഞാൻ വരില്ല, അമ്മയുടെ അച്ഛന്റെ കൂടെ പോവും. അതല്ല മോളെ, സാരമില്ല മഹി. അതുകൊണ്ടല്ല, അഞ്ജലിക്ക് ഫീവർ ആണെന്ന് പറഞ്ഞില്ലേ? അതിനിപ്പോ എല്ലാം കുറഞ്ഞല്ലോ. വരുന്നെങ്കി വരട്ടെ പ്ലീസ്. ഇറ്റ്സ് ഓക്കെ. സോറി ആരു, നീ എപ്പോഴും എന്നോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മഹേന്ദ്രൻ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് വരെ. അടുത്ത ജന്മത്തില് നീ എന്റെ കൂട്ടുകാരിയായിട്ട് ജനിക്കണം. മഹേന്ദ്രനെ നീ എനിക്ക് വിട്ടു തന്നതിന് അപ്പം ഞാൻ കടം തീർക്കാം. പറയൂ മാഡം. അവരിവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ശരി മാഡം, ഞാൻ നോക്കിക്കോളാം. പിന്നൊരു കാര്യം കൂടി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കൊന്നാ മതി. അതെന്താ മാഡം അവസാന നിമിഷം പ്ലാൻ ചേഞ്ച് ചെയ്യുന്നത്? അവൾക്ക് അമ്പലവും ദൈവഭക്തിയും ഒക്കെ വളരെ കൂടുതലാ. അവളുടെ ജീവൻ പോകുന്നതിന് മുൻപ് അവള് മനസ്സമാധാനത്തോടെ പ്രാർത്ഥിച്ച് പൂജിച്ചു പോകട്ടെ. ശരി മാഡം. പിന്നൊരു കാര്യം, അവരുടെ കൂടെ ഒരു ചെറിയ കുട്ടി കൂടിയുണ്ട്. ഓക്കെ മാഡം. ഓക്കെ എന്നല്ല, എനിക്ക് അരുന്ധതിയുടെ മരണം മാത്രമേ ആവശ്യമുള്ളൂ. മഹേന്ദ്രനും കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത്. അവളുടെ മരണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായാ പിന്നെ നിങ്ങളായിരിക്കും ആപത്തിൽ ചെന്ന് ചാടുക. മാഡം, പുറത്ത് നല്ല തണുത്ത കാലാവസ്ഥയാണ്. മാഡം അകത്ത് പോയി നല്ല ചൂടായിട്ടൊരു ചായ കുടിക്കാം. ആ സമയം കൊണ്ട് ഞാൻ ജോലി തീർത്തിട്ട് തിരിച്ചു വിളിക്കാം. ഓക്കെ. ആരു, നീ വേഗം പോയി തൊഴുതിട്ടോ. അയ്യോ, ഇന്നെങ്കിലും ഒന്ന് അകത്തേക്ക് വന്നൂടെ ഏട്ടാ. ആരു, ഇതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പ്ലീസ്. ഞാൻ അച്ഛന്റെ കൂടെ ഇവിടെ തന്നെ ഇരുന്നോളാം. അഞ്ജു, കം. ആരു, എനിക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് അറിയാലോ. പ്ലീസ്. നിന്നെ ഞാൻ ഇവിടെ ഇരിക്കും. എന്താ മോളെ, സുഖായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അർച്ചന ചെയ്യണം തിരുമേനി. ആരുടെ പേരിലാണെന്ന് എനിക്കറിയാം മോളെ. ഞാൻ പെട്ടെന്ന് പോയി അർച്ചന നടത്തിയിട്ട് വരാം. ഒരു പൂജയും കൂടെ ഉണ്ട്. ഒരു പൂജയും കൂടെ ഉണ്ടോ? ഇന്നെന്റെ വിവാഹ വാർഷികമാണ്. വിവാഹ വാർഷിക പൂജയാണെങ്കിലും കുഴപ്പമില്ല, ഞാനത് പെട്ടെന്ന് ചെയ്തു തരാം. അല്ല, വിവാഹ വാർഷികം ഒന്ന് ഒരു പെണ്ണു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ പെണ്ണ് വന്നത് നിന്നെ കാണാനാണോ മോളെ? പെണ്ണോ? അതേന്നേ. പാവം, അവൾ ഇന്നലെ മുതൽ
വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുക. ആ പെൺകുട്ടി വന്നത് എനിക്ക് വേണ്ടിയ തിരുമേനി. ഇപ്പൊ എവിടെയുള്ളത്? ഇത്രയും സമയം ഇവിടെ തന്നെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിക്ക് മോളെ, ഞാനത് നോക്കിട്ട് വരാം. ഞാൻ നോക്കിക്കോളാം തിരുമേനി, ഞാൻ നോക്കിക്കോളാം. ഹലോ. ഓ ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ വരാം. കം ഫാസ്റ്റ്. അർജന്റായിട്ട് കൺട്രോളിലേക്ക് പോകണം. അതല്ല ഏട്ടാ, ഭാഗ്യ എനിക്ക് വേണ്ടി വന്നു. ആരു, അതൊക്കെ പിന്നെ നോക്കാം. സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. വാ അങ്ങോട്ട്. അതല്ല ഏട്ടാ. കം ഫാസ്റ്റ്. ആരു, വേഗം വാ. എന്താ നീ മടങ്ങി പോകുന്നേ? അവര് വരുമെന്ന് തോന്നുന്നില്ല തിരുമേനി. ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരിച്ച് ഹൈദരാബാദ് പോവാ. അതെന്താ അവര് വരില്ലെന്ന് പറയുന്നേ? അവര് വന്നല്ലോ. നിന്നെ അന്വേഷിച്ച് ഇവിടെ പുറത്തൊക്കെ ഇറങ്ങി നോക്കുന്ന കണ്ടു. നീ കണ്ടില്ലായിരുന്നോ? ആണോ? ആ, ഇപ്പൊ അവര് എവിടെയാ ഉള്ളേ? ഇവിടെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ ഇത് പിടിക്ക്, നോക്കട്ടെ. ആ, മോളെ 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 ദാ നോക്ക്. ആ പച്ച സാരി എടുത്ത പെണ്ണ. വേഗം ചെല്ലും. ഹലോ. നിന്നെ അന്വേഷിച്ചാണല്ലോ അവര് വന്നത്. പിന്നെന്താ ഇത്ര പെട്ടെന്ന് മടങ്ങി പോകുന്നത്? ഇന്നലെ മുതൽ ഇവര് കാണുമെന്നും പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് ഇന്നലെ എയർപോർട്ടിൽ വെച്ചും കാണാൻ പറ്റിയില്ല. അറ്റ്ലീസ്റ്റ് ഈ ദൈവസന്നിധിയിൽ വെച്ചെങ്കിലും തമ്മിൽ കാണാൻ പറ്റുമെന്നാ ഞാൻ കരുതിയത്. ലൈഫിൽ ഒരു മെമ്മറബിൾ ട്രിപ്പ് ആയിരിക്കും കരുതി. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു വിചാരിച്ചേ ഇല്ല. താങ്ക് യു തിരുമേനി. അപ്പൊ ഞാൻ പോയിട്ട് വരാം. നിക്ക് 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 മോളെ, നിന്നെ തന്നെയാ. ദൈവമേ, അവര് തമ്മിൽ കണ്ടുമുട്ടണേ. എടി 16 വയസ്സുകാരി കൊച്ചു പെണ്ണേ, ഒന്ന് പതുക്കെ നടക്ക്. കാലെങ്ങാനും തട്ടി വീഴും. എന്റെ ദൈവമേ, കല്യാണത്തിന് അന്ന് പോലും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. നമുക്ക് ഇനി എന്താ ഉള്ളത്? തീരാൻ പോകുന്ന ജീവിതം. അവരാണെങ്കിൽ ഇപ്പൊ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈശ്വരൻ അവരെ രണ്ടുപേരെയും നന്നായി അനുഗ്രഹിക്കണം, അത്രേ ഉള്ളൂ. അരുന്ധതി നമ്മുടെ മരുമകളായി വന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാ. ശരിയാണെന്നേ. അവര് രണ്ടുപേരും ഒരു 100 വർഷം ഇങ്ങനെ ഒന്നായി സന്തോഷത്തോടെ ജീവിക്കണം. അയ്യോ, രാഘുകാലം തുടങ്ങുന്നതിന് മുമ്പ് പൂജ ചെയ്യണ്ടേ? വന്നേ. ധൃതി പിടിക്കണ്ട, ഞാനും വരാം. പൂജാരി, ഇന്നെന്റെ മകന്റെയും ഭാര്യയുടെയും വിവാഹ വാർഷികമാ. അവരുടെ പേരിൽ അർച്ചന ചെയ്തേക്കും. രണ്ടുപേരുടെയും പേര് പറഞ്ഞോളൂ മാഡം. അരുന്ധതി, അരുന്ധതി, മഹേന്ദ്രൻ. മഹേന്ദ്രൻ. രണ്ടുപേർക്കും അർച്ചന ചെയ്തോളൂ. ആ പൂജാരി മാഡം, മകളുടെ പേരിൽ ഒരു പ്രത്യേക പൂജ. മകളുടെ പേരിൽ പ്രത്യേക പൂജയോ? മരുമകന്റെ പേരിൽ അങ്ങനെ ഒരു പൂജയും ചെയ്യുന്നില്ലേ? അയ്യോ, മകളല്ല, മകനും മരുമകളും. എന്താ അമ്മായിക്ക് മരുമകളോട് ഇത്രയും സ്നേഹമോ? നിങ്ങളുടെ മരുമകൾ ഭാഗ്യവതിയാ. എന്റെ മരുമകളെ നിങ്ങൾ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര ഭാഗ്യശാലികളാണെന്ന് മനസ്സിലായേനെ. അത്ര നല്ല സ്വഭാവം അവൾക്ക്. അയ്യോ, നോക്കൊന്നും പറ്റിയില്ലല്ലോ ഏട്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ പറ്റിയേ? ചെക്ക് ചെയ്യട്ടെ. ആരു, ടയർ പഞ്ചറായതാ. രാഘവനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം. ഡോണ്ട് വറി.
അറിയില്ല മാഡം, നോക്കണം. ചേട്ടാ അവിടെ നിന്ന് ഇറങ്ങിക്കോ. തീർത്ത് കളയാം. വണ്ടി എടുക്ക്. ഹലോ, പറഞ്ഞോളൂ മാഡം. സ്റ്റാർട്ട് ആവോ ഇല്ലയോ? ആ മനസ്സിലായി, സ്റ്റാർട്ട് ആവില്ല. മൈ കർമ്മ കണ്ടിന്യൂസ്. എന്നാ പിടിക്ക്. അഞ്ചു, ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. ആരോ ആരോ അമ്മേ നോക്ക് മോളെ. അഞ്ചു, അഞ്ചു മോളെ, അമ്മേ നോക്ക് മോളെ. അഞ്ചു, അഞ്ചു. ഏട്ടാ, 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 എന്നെ നോക്കേട്ടാ. ഏട്ടാ, ഏട്ടാ, നമ്മുടെ മോളെ കണ്ണു തുറക്കുന്നില്ല ഏട്ടാ. അഞ്ചു കണ്ണു തുറക്കുന്നില്ല ഏട്ടാ. ഒന്ന് എഴുന്നേക്കേട്ടാ. ഏട്ടാ, എഴുന്നേക്കേട്ടാ. ഹലോ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. Help me. രാഘവേട്ടാ, രാഘവേട്ടാ, രാഘവേട്ടാ. സാർ, സാർ, സാർ. സാർ, സാർ, സാർ. മാഡം, മോളെ, അഞ്ജലി മോളെ, അഞ്ജലി മോളെ, അഞ്ജലി മോളെ, അഞ്ജലി. അയ്യോ, അഞ്ജലി മോള്. മാഡം, 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 മാഡം.
വാങ്ങിക്കോ. അതെ, കാറ്റടിച്ച് കർപ്പൂരം അണഞ്ഞതായിരിക്കും, വേറൊന്നുമല്ല. നീ ടെൻഷൻ ആകാതെ. അതല്ലെന്നേ, അവരുടെ വിവാഹ വാർഷികത്തിന് പൂജ ചെയ്തപ്പോ കർപ്പൂരം അണയുന്നത് അത്ര നല്ല കാര്യമല്ല. ആ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കൂ. കോള് പോകുന്നില്ലല്ലോ. എന്നാ മഹേന്ദ്രനൊന്ന് വിളിക്കും. എന്താ പറ്റിയത്? ഒരേ സമയം രണ്ടിലും കോള് പോകുന്നില്ലല്ലോ. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. ഏത് മഹാഭാവിയാണോ എന്റെ മകനെയും മരുമകളെയും കണ്ണുവെച്ചത്? വിഷമിക്കണ്ട. ഹലോ. പണി തീർത്തു. യെസ്. ബാലൻസ് പണം നിനക്ക് ഉടനെ കൊടുത്തയക്കും. വണ്ടി എടുക്ക. സോറി ആരു, ഞാൻ ഈ വീട്ടിലെ മരുമകളായി വിളക്ക് കത്തിക്കണമെങ്കിൽ നിന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ എനിക്ക് വിളക്ക് കത്തിക്കാതെ പറ്റില്ലായിരുന്നു. കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ചാണ് കളിച്ചു വളർന്നത്. പക്ഷേ ജീവിതത്തിൽ എപ്പോഴും നിനക്ക് സന്തോഷം മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ എനിക്ക് ദുഃഖം മാത്രമായിരുന്നു കിട്ടിയത്. സ്കൂളിലും മറ്റെല്ലാ ഇടങ്ങളിലും നീയായിരുന്നു എല്ലാവരുടെയും ഫേവറേറ്റ്. നീ എന്റെ അടുത്തുണ്ടായിരുന്നപ്പോഴെല്ലാം എന്നെ ആരും ഓർക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഞാൻ അരുന്ധതിയുടെ ഫ്രണ്ട്, അത്രമാത്രം. എന്റെ ജീവിതത്തിൽ അതുവരെ എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷവും ഭാഗ്യവും എല്ലാം മഹേന്ദ്രന്റെ രൂപത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എന്നാൽ മഹേശ്വരി, ചെറുക്കൻ വന്നിട്ടുണ്ട്. വേഗം റെഡിയായി വാ. പയ്യനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല മനസ്സുള്ള പയ്യനാ. അതുകൊണ്ടാ ആരും ഇല്ലാത്തൊരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചേ. അരുന്ധതി, വേഗം അവളെ കൊണ്ടുവാ. കണ്ട ഉടനെ വീഴുന്ന എനിക്ക് തോന്നേ. മിലിറ്ററിക്കാരൻ പോയേ. മഹി, പയ്യനെ നോക്ക്. നോക്ക്. എന്റെ പേര് മഹേന്ദ്രൻ. മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്. അച്ഛനും അമ്മയും ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. എന്റെ ഭാര്യയെക്കുറിച്ച് എന്റെ മനസ്സിൽ എന്തെല്ലാം സങ്കല്പങ്ങൾ ഉണ്ടാവുമോ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം. ആദ്യം നിങ്ങൾ തന്നെ ചോദിക്കേ. ആദ്യം നിങ്ങൾ ചോദിക്കേ. ശരി. ഞാൻ മിലിറ്ററിയില് ഒരു മേജർ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും താല്പര്യത്തോടെയാണ് താനിവിടെ വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ചോദിക്കാമോ? വേറെന്താ, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുമ്പോ നിങ്ങളോടൊപ്പം നാട് മൊത്തം ചുറ്റിക്കറങ്ങാലോ. മാത്രമല്ല എനിക്ക് മഹി പറഞ്ഞു വരുന്നത് എന്താണോ, രാജ്യത്തെ സ്നേഹിക്കുന്നവരും രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നവരും ഭാര്യയും കുടുംബത്തെയും വളരെ നന്നായി നോക്കുന്ന പറഞ്ഞു വരുന്നേ. നിനക്കൊന്നും അറിയില്ല. പൊട്ടി. ഇതാ ഞാൻ പറയാൻ വിചാരിച്ചത്. നിങ്ങളുടെ മനസ്സില് കല്യാണം എന്ന് പറയുമ്പോ എന്താ? ഈ കല്യാണത്തിൽ നിന്ന് നിങ്ങള് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അത് പിന്നെ നല്ലൊരു ബന്ധം കിട്ടിക്കഴിഞ്ഞാ ആശ്രയമില്ലാതെ കുട്ടിക്കാലം മുതലേ ഞങ്ങളെ സ്വന്തം എന്ന് പറയാനും പേര് പറഞ്ഞ് വിളിക്കാനായിട്ടും ആരുമില്ലാതെ ജീവിക്കുന്ന വിവാഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങളോട് പറഞ്ഞ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല.
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ വിവാഹത്തിൽ നിന്നും നിങ്ങളുമായി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുമെന്നാണ് മഹി പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ മഹി? ആ അതാ ഞാനും പറയണമെന്ന് വിചാരിച്ചേ. മോനെ പെണ്ണിനെ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമായി. പക്ഷെ അത് എങ്ങനെ പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുഴപ്പമില്ല മോനെ, പറഞ്ഞോളൂ. മഹേശ്വരി, നീ കാണാൻ നല്ല ഭംഗിയാണ്. അതിലൊരു സംശയവും വേണ്ട. പക്ഷേ എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ മനസ്സിലുള്ള കാര്യം പറയാതെ പോകുന്നത് ശരിയായിരിക്കും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിത് തെറ്റായിട്ട് എടുക്കണ്ട മേഡം. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ലപോലെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഇയാളുടെ പേര് പോലും എനിക്കറിയില്ല. എന്നാൽ തന്നെയും തന്റെ ചിന്തകളെയും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്റെ തീരുമാനം എന്താന്ന് പറയും. ഞാൻ കാത്തിരിക്കാം.